ഹായ് ഓൾ, നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് നിങ്ങളുടെ മനസ്സിനെ സ്വയം റീപ്രോഗ്രാം ചെയ്ത് നിങ്ങൾക്ക് വിജയവും സന്തോഷവും സമൃദ്ധിയും ആത്മവിശ്വാസവും സൃഷ്ടിക്കാൻ സഹായിക്കുന്ന പവർഫുൾ മൈൻഡ് റീപ്രോഗ്രാമിംഗ് മെത്തേഡാണ്. ലോകത്ത് ലക്ഷക്കണക്കിന് ആളുകൾ ഫോളോ ചെയ്യുന്ന ഈ മെത്തേഡ് മനസ്സിലാക്കാനും പ്രാക്ടീസ് ചെയ്യാനും ഈ വീഡിയോ പൂർണ്ണമായി കാണുക. ഈ മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ നിർബന്ധമായും ഫോളോ ചെയ്യേണ്ട 8 സ്റ്റെപ്പുകൾ മനസ്സിലാക്കാം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. എന്നാൽ ഇത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് ഉത്സാഹം, സ്ഥിരത, ഇച്ഛാശക്തി ഇവ ആവശ്യമുണ്ട്. കുറഞ്ഞത് 21 ദിവസമെങ്കിലും ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തുടർച്ചയായി പ്രാക്ടീസ് ചെയ്യുക. കാരണം ഒരു പുതിയ വിശ്വാസം രൂപപ്പെടാൻ 21 ദിവസം വേണ്ടിവരും. ആവർത്തനമാണ്, റെപ്പിറ്റേഷനാണ് വിജയത്തിൻ്റെ രഹസ്യം. സ്വയം മാറ്റാൻ ആദ്യം ഉപബോധ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നിങ്ങളുടെ ഉപബോധ മനസ്സ് എപ്പോഴും സജീവമാണ്. നിങ്ങൾ കേൾക്കുന്ന, കാണുന്ന എല്ലാ കാര്യങ്ങളും അത് റെക്കോർഡ് ചെയ്യുന്നു. നിങ്ങൾ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളും അത് സ്വീകരിക്കുന്നു. ഉപബോധ മനസ്സിന് യാഥാർത്ഥ്യവും ഭാവനയും തമ്മിൽ വ്യത്യാസം അറിയില്ല. ഉദാഹരണത്തിന്, നിങ്ങളൊരു സിനിമ കാണുമ്പോൾ ആ കഥയിലെ കഥാപാത്രങ്ങളോട് നിങ്ങൾ ഇമോഷണലി കണക്റ്റഡ് ആവുന്നു. നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ സ്ക്രീനിലായിരിക്കും. ആ സമയത്ത് നിങ്ങളുടെ ബോധ മനസ്സ് കുറച്ച് മാത്രമേ സജീവമായിരിക്കുള്ളൂ. പക്ഷേ ഉപബോധ മനസ്സ് തുറന്നിരിക്കുകയാണ്, ഹൈലി റിസെപ്റ്റീവായിട്ട് മാറിയിരിക്കും. അതുകൊണ്ടാണ് ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷവും സങ്കടവും പേടിയും എല്ലാം വരുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏകദേശം 90% ഉപബോധ മനസ്സാണ് നിയന്ത്രിക്കുന്നത്. ബോധ മനസ്സ് വെറും 10% മാത്രം. ഉപബോധ മനസ്സ് ഒരു വലിയ ടേപ്പ് റെക്കോർഡർ പോലെയാണ്. നിങ്ങളുടെ എല്ലാ അനുഭവങ്ങളും ഓർമ്മകളും അത് സൂക്ഷിക്കുന്നു. ഇനി വിശ്വാസങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു എന്ന് നമുക്ക് നോക്കാം. ഒരേ ചിന്ത വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ അതൊരു ബിലീഫായി മാറുന്നു. തെറ്റായ കാര്യമായാലും വീണ്ടും വീണ്ടും ആവർത്തിച്ചാൽ നിങ്ങളത് വിശ്വസിക്കും. ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടും. നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും ഒരു ഊർജമാണ്. അതേ ഊർജമുള്ള സാഹചര്യങ്ങളും ആളുകളും നിങ്ങളിലേക്ക് വരും. എന്തുകൊണ്ടാണ് മാറ്റം ആവശ്യം? നമ്മൾ സാധാരണയായി ഒരേ ചിന്തകൾ, ഒരേ ശീലങ്ങൾ ഇവയാണ് ആവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഒരേ ജീവിത ഫലങ്ങൾ വീണ്ടും വീണ്ടും ലഭിക്കുന്നത്. എന്താണ് ഇതിന് പരിഹാരം? നിങ്ങൾ മെച്ചപ്പെട്ട ജീവിതം സൃഷ്ടിക്കാൻ നിങ്ങളുടെ ഉപബോധ മനസ്സ് ബോധപൂർവം പുനർക്രമീകരിക്കണം. അതായത് സ്വയം മാറ്റണം. ഇനി നമ്മൾക്ക് 8 സ്റ്റെപ്സ് പഠിക്കാം. സ്റ്റെപ്പ് 1, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എഴുതുക. ഒരു പേനയും ഒരു നോട്ട്ബുക്കും എടുത്ത് ആ ബുക്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്താവണമെന്ന് ക്രിസ്റ്റൽ ക്ലിയറായി എഴുതുക. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് എത്ര സമ്പാദ്യം വേണം, എങ്ങനെയുള്ള ജീവിതം നയിക്കണം, എന്ത് രീതിയിലുള്ള വ്യക്തിയാവണം, അങ്ങനെ എല്ലാം എഴുതാം. എല്ലാം നിങ്ങളുടെ സ്വന്തം ഹാൻഡ് റൈറ്റിങ്ങിൽ വ്യക്തമായി എഴുതണം. ഓർക്കുക, നിങ്ങൾ എഴുതുന്നത് നിങ്ങളുടെ മനസ്സിന് നൽകുന്ന ആദ്യ കമാൻഡാണ്. സ്റ്റെപ്പ് 2, വിഷ്വലൈസേഷൻ പ്രാക്ടീസ്. ഇപ്പോൾ നിങ്ങൾ എഴുതിയതുമായി കുറച്ച് സമയം ഒറ്റയ്ക്കിരിക്കുക. നിങ്ങൾ ഇതിനകത്ത് തന്നെ ആ നിലയിലെത്തിയെന്ന് സങ്കല്പിക്കുക. നിങ്ങൾ ആ വ്യക്തിയായാൽ എങ്ങനെ സംസാരിക്കും, എങ്ങനെ നടക്കും, എങ്ങനെ ചിന്തിക്കും, ഇത് മനസ്സിൽ വ്യക്തമായി കാണുക. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് യാഥാർത്ഥ്യവും സങ്കല്പവും തമ്മിൽ വ്യത്യാസമറിയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് സങ്കല്പിക്കുന്നു അത് സത്യമായി സ്വീകരിക്കാൻ തുടങ്ങും. സ്റ്റെപ്പ് 3, നെഗറ്റീവ് ഡീറ്റോക്സ്. അടുത്ത 21 ദിവസത്തേക്ക് ഒരു വലിയ തീരുമാനമെടുക്കുക. നെഗറ്റീവ് ന്യൂസുകളും നെഗറ്റീവ് വീഡിയോകളും ഒഴിവാക്കുക. അതിനൊപ്പം നെഗറ്റീവ് ചിന്തകൾ, നെഗറ്റീവ് സംസാരങ്ങൾ, നെഗറ്റീവ് ആളുകൾ ഇവയൊക്കെയും കഴിയുന്നത്ര ഒഴിവാക്കുക. കാരണം നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പുതിയ പ്രോഗ്രാമിലേക്ക് കൊണ്ടുപോവുകയാണ്. സ്റ്റെപ്പ് 4, അഫർമേഷൻ റൈറ്റിംഗ്. ഇപ്പോൾ നിങ്ങളുടെ ബുക്കിൽ ഒരു പുതിയ പേജ് തുറക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ അഫർമേഷൻസായി എഴുതുക.
ഉദാഹരണത്തിന്, എന്നിലേക്ക് സമ്പത്ത് ഒഴുകി വരുന്നു, ഞാൻ ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ്, ഞാൻ വിജയത്തിലേക്ക് മുന്നേറുന്നു, ഞാൻ സമാധാനവും സമ്പന്നതയും നിറഞ്ഞ ജീവിതം നയിക്കുന്നു. ഇങ്ങനെ പോസിറ്റീവ് അഫർമേഷൻസ് എഴുതുക. സ്റ്റെപ്പ് 5, അഫർമേഷൻ അലാറം. ഇപ്പോൾ നിങ്ങളുടെ ഫോണിൽ ദിവസത്തിൽ കുറഞ്ഞത് 5 അലാറങ്ങൾ സെറ്റ് ചെയ്യുക. അലാറം വരുന്ന സമയത്ത് നിങ്ങളുടെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട അഫർമേഷൻ മെസ്സേജുകൾ കാണുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. ഉദാഹരണത്തിന്, ഐ ആം സക്സസ്ഫുൾ, ഐ അട്രാക്ട് വെൽത്ത്, ഐ ആം കോൺഫിഡൻറ്റ്. ഇത് നിങ്ങളുടെ മനസ്സിനെ ദിവസത്തിൽ പല തവണ റീപ്രോഗ്രാം ചെയ്യാൻ സഹായിക്കും. സ്റ്റെപ്പ് 6, റെക്കോർഡ് യുവർ അഫർമേഷൻസ്. നിങ്ങൾ എഴുതിയ അഫർമേഷൻസ് നിങ്ങളുടെ സ്വന്തം ശബ്ദത്തിൽ റെക്കോർഡ് ചെയ്യുക. താഴ്ന്ന ശബ്ദത്തിൽ ശാന്തമായി റെക്കോർഡ് ചെയ്യുക. പിന്നീട് ഇത് രാവിലെ എഴുന്നേറ്റ ഉടനെയും രാത്രി ഉറങ്ങുന്നതിന് മുമ്പും കേൾക്കാം. ഈ സമയത്ത് നിങ്ങളുടെ മനസ്സ് ആൽഫ സ്റ്റേറ്റിലായിരിക്കും. അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് വളരെ ശക്തമായി പ്രവർത്തിക്കും. സ്റ്റെപ്പ് 7, ബിക്കം ദാറ്റ് പേഴ്സൺ. നിങ്ങൾ ഈ വ്യക്തിയായി മാറിയെന്ന പോലെ സ്വയം പെരുമാറാൻ തുടങ്ങുക. നിങ്ങളുടെ സുഹൃത്തുക്കളോടും നിങ്ങളുമായി സംസാരിക്കുന്ന ആളുകളോടും നിങ്ങൾ ആ വിജയിയായ വ്യക്തിയാണെന്ന് ഫീൽ ചെയ്ത് സംസാരിക്കുക. സ്റ്റെപ്പ് 8, റിപ്പീറ്റ് എഗെയിൻ ആൻഡ് എഗെയിൻ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. റിപ്പീറ്റ് റിപ്പീറ്റ് റിപ്പീറ്റ്. ഈ പ്രോസസ്സ് മുഴുവൻ 21 ദിവസം തുടർച്ചയായി ചെയ്യുക. 21 ദിവസത്തിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാണാൻ തുടങ്ങും. നിങ്ങളുടെ ആത്മവിശ്വാസം ഉയരും, നിങ്ങളുടെ ചിന്തകൾ മാറും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മാറും. അങ്ങനെ നിങ്ങൾ പുതിയൊരു വ്യക്തിയായി മാറാൻ തുടങ്ങും. ഈ 8 സ്റ്റെപ്പുകൾ വളരെ സിമ്പിളാണ്. പക്ഷേ ശക്തമായ ആഗ്രഹവും സ്ഥിരതയും ഉള്ളവർക്ക് മാത്രമേ ഇത് പൂർത്തിയാക്കാൻ കഴിയൂ. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ മാറ്റുമ്പോൾ നിങ്ങളുടെ ജീവിതവും മാറും. 21 ദിവസത്തേക്ക് ഈ പ്രോസസ്സ് ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം നിങ്ങൾക്ക് തന്നെ കാണാം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മൈൻഡ് സെറ്റ്, ബിസിനസ് റിലേറ്റഡ് ആയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പോസിറ്റീവായ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഞങ്ങൾക്കുണ്ട്. ആ ഫാമിലിയിലേക്ക് നിങ്ങളും വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇന്ന് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ ചാനൽ ഷെയർ ചെയ്യുക.